സിമ്പിളി നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വർക്കിൻ്റെ പരമാവധി ഹാർഡ് വർക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എഫോർട്ടിനനുസരിച്ചെങ്ങും എത്താൻ പറ്റാത്ത കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചോട് ഭയങ്കര വശം വരും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഉണ്ടാവും. ഒരു സമയത്ത് നമ്മൾ ലെവൽ താന്ന് നിൽക്കും, അപ്പൊ നമ്മള് വേഗം ഇട്ടിട്ട് പോവാം. ഇപ്പൊ ഞാൻ തന്നെ എന്റെ കേസ് വന്നെങ്കിൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ആയി. യൂട്യൂബ് തുടങ്ങി കറക്റ്റ് 5 മാസം ആയപ്പോഴത്തെ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ എല്ലാം ആയപ്പോഴത്തെ ഞങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തപ്പം ഫസ്റ്റ് അവര് റിജക്ട് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം യൂട്യൂബ് എടുക്കുന്നത്. അങ്ങനെ റിജക്ട് ചെയ്തു. അപ്പൊ അത് 7 days കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റീഅപ്ലൈ ചെയ്തപ്പോൾ അത് റിജക്ട് ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ അത്ര നമ്മള് ആ 4000 ആഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടുക നമുക്ക് വലിയൊരു കാര്യം. അല്ല, നോർമലി ഞാനിപ്പോ ചോദിച്ചോട്ടെ, നമുക്കിപ്പം യൂട്യൂബിൽ നിന്ന് അത്രയും വലിയൊരു വരുമാനം വരുന്നുണ്ടോ? ഇല്ല, നോർമലി വലിയ എല്ലാ വിചാരം യൂട്യൂബേഴ്സിന് വലിയ വരുമാനം വരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പൈസ കിട്ടാറുണ്ട്. നോർമലി നമുക്കുള്ള ഒരു മീഡിയം ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് അത്ര എമൗണ്ട് അങ്ങനെ കിട്ടാറില്ല. നോർമലി കണ്ടന്റ് ബേസ് ചെയ്തത്. അപ്പൊ ഒരു ടെക് ചാനൽ റൺ ചെയ്യുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായിരിക്കും. ഇപ്പൊ ഞങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ എന്റെ ചാനൽ ഒരു ഇത് നോക്കുകയാണെങ്കിൽ 3000 വ്യൂസിനായിരിക്കും $1 കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒരു ടെക് പരമായിട്ടൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ 1K ആയപ്പോൾ തന്നെ എനിക്ക് $3 അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വരും കണ്ടന്റ് ബേസ് ചെയ്ത്. ആക്ച്വലി ഡോളറിന്റെ വാല്യൂ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മണിയെക്കാളും 86 വേണ്ടേ ഉള്ളൂ. അപ്പൊ അതിപ്പം $3 എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 240 ഒരു 300 താഴെ എക്സാമ്പിൾ പറഞ്ഞത്. അല്ല, ഞാനതേ പറയാം, ഒരു 340 രൂപ എന്നുള്ള രീതിയിലേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും എഫോർട്ട് ഇട്ട് ചിലപ്പോൾ ഈ പറയുന്നത് $3 അല്ലെങ്കിൽ $4 വന്നു കഴിഞ്ഞാല് അത് നിങ്ങളുടെ എഫോർട്ട് അതല്ല. അത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാന്ന് വെച്ചാല് എന്തോ ഒരു കണ്ടന്റ് ചെയ്യുന്ന ആക്കും മറ്റേ കണ്ടന്റ് ചെയ്യുന്ന ആക്കും തമ്മിലുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ തുടക്കക്കാരെന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത്രയല്ലേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് 1-2 വീഡിയോസുകൾ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഉള്ള രീതിയിലുള്ള ഒരു എമൗണ്ട് കിട്ടും. അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ടല്ലേ?